നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. എല്ലാവർക്കും ഒരു സംശയം, പ്രാക്ടിക്കലിന് തോക്കുമോ? പ്രാക്ടിക്കലിന് ജയിക്കാനുള്ള മിനിമം മാർക്ക് എത്ര? നേരത്തെയൊക്കെ ഞാനൊക്കെ ഹയർ സെക്കൻഡറി പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത് 12 മാർക്കാണ് ജയിക്കാൻ, 40-ൽ 12 മാർക്കാണ് ലാബിന് ജയിക്കാൻ. ഇപ്പോൾ അങ്ങനെ ഒരു മിനിമം മാർക്കൊന്നും പറയുന്നില്ല. എന്ന് പറഞ്ഞാൽ പരീക്ഷയ്ക്ക് തോക്കുന്നവരുണ്ടെന്ന് വെച്ചാൽ ആബ്സെൻ്റ് ആകുന്നവർ തോക്കുന്നുണ്ട്. അന്നേരം ആദ്യം പറഞ്ഞിരിക്കുക, പരീക്ഷയ്ക്ക് മിനിമം മാർക്ക് എന്ന് പറയുന്നത് ഇപ്പം പ്രാക്ടിക്കലിൽ നിലവിൽ റൂളില്ല. മിനിമം മാർക്ക് ഇത്ര മാർക്കില്ല. അതുകൊണ്ട് അത് ആശ്വസിക്കാം. രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് 2 എക്സ്പെരിമെൻ്റ് ഫിസിക്സ് തരുന്നു. ഈ 2 എക്സ്പെരിമെൻ്റ് നിങ്ങൾക്ക് അറിയത്തില്ല, ഒരു കാര്യമില്ല, നിങ്ങൾ ഒന്ന് എന്ത് ചെയ്താലും നിങ്ങൾ ചെയ്യുന്നില്ല, അവർ തോറ്റു. അന്നേരം പരമാവധി ഈ വരുന്ന അധ്യാപകർ നിങ്ങൾക്ക് 10 മാർക്കോ 15 മാർക്കോ എന്തായാലും ഇടാൻ നോക്കുമ്പം നിങ്ങൾ യാതൊരു രീതിയിലും സഹകരിച്ചില്ലെങ്കിൽ, പരീക്ഷയുടെ രീതിയിൽ സഹകരിച്ചില്ലെങ്കിൽ പിന്നെ ഒരു രക്ഷയില്ല. അവർക്ക് മാർക്ക് ഒന്നും വിടാനില്ല. 0 മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് തോറ്റു. അങ്ങനെയുള്ളവർ മാത്രമേ തോക്കാൻ ചാൻസുള്ളൂ. ബാക്കിയുള്ള കേരളത്തിലുള്ള 99.9% പേരും പ്രാക്ടിക്കലിൽ ജയിക്കും. 0.1 പറയുന്നത് ഇങ്ങനെയുള്ളതാണ്, ഞങ്ങൾക്കൊന്നും അറിയത്തില്ല, ഞങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ള ആറ്റിറ്റ്യൂഡുമായിട്ട് പോകുന്നവർ തോറ്റു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നല്ല, തോറ്റുപോകും. അന്നേരം അത് മാത്രമേ ഉള്ളൂ, അല്ലാതെ മിനിമം മാർക്ക് എന്ന് പറയുന്ന പ്രാക്ടിക്കലില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് അത്യാവശ്യം നന്നായിട്ട് പഠിച്ചുകൊണ്ട് പോയാൽ ഫുൾ മാർക്ക് നേടാൻ പറ്റുന്ന സാധനമാണ് പ്രാക്ടിക്കൽ. തിയറിയെ കാട്ടി നമുക്കറിയാം ഈ ചെയ്യുന്നതിന് ഫുൾ മാർക്ക് കിട്ടും. ഓവർ കോൺഫിഡൻസ് പാടില്ല, കോൺഫിഡൻസ് വേണം. നന്നായിട്ട് പഠിച്ചുകൊണ്ട് പോകാൻ, നല്ല വൃത്തിയായിട്ട് പോവുക. പരിമിതമായ സമയത്തുള്ളിൽ നമ്മൾ ചെയ്ത് തീർക്കുക. നല്ലപോലെ ലാവിഷായ സമയമുണ്ട്, ചെയ്ത് നല്ല വൃത്തിയായിട്ട് ചെയ്ത് വായിച്ചൊക്കെ നോക്കി കൊടുക്കുക. ഫുൾ മാർക്ക് ഉറപ്പിക്കുക. ഒരു അധ്യാപകർക്ക് ഒരു സ്റ്റുഡൻറ്റിനോടും മാർക്ക് കുറയ്ക്കാനുള്ള ദേഷ്യമൊന്നും ഒരിക്കലും വരത്തില്ല. നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. അന്നേരം മിനിമം മാർക്കില്ല, തോക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക. നിങ്ങൾ ഒന്നും പഠിച്ചുകൊണ്ട് പോകാതിരിക്കരുത്, പഠിച്ചുകൊണ്ട് പോകണം. തീരെ അറിയത്തില്ലെങ്കിൽ പോലും എന്തെങ്കിലും കാര്യങ്ങൾ എഴുതാനും അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനും നിർബന്ധമായിട്ട് പറഞ്ഞിരിക്കണം. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം, ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യുക. നെവർ എവർ ഗിവ് അപ്പ്.